ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നോക്കാം. എന്തായാലും വിജയകുമാർ, ഒന്നും പിടികിട്ടാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്. ഇത് ആരുടെ പ്ലോട്ടാണ്, എന്താണ് അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എന്താണ് നടപടി ഉണ്ടാവുക? അത്രയും ഗുരുതര ആരോപണം വരും. ദാവൂദ് ഇബ്രാഹിമുമായി താരതമ്യം ചെയ്യപ്പെട്ട ഒരു ADGP ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ തുടരുന്നു. ആ സ്ഥാനത്ത് തുടരുമ്പോൾ തന്നെ ADGPക്കെതിരെ DGP അന്വേഷിക്കുന്നു. DGP അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിൽ ADGPക്ക് സല്യൂട്ട് അടിക്കേണ്ട 2 ഉദ്യോഗസ്ഥരുണ്ടാകുന്നു. അങ്ങനെ ആകെ മൊത്തം ഇതെന്താ വെള്ളരിക്കപ്പെടണോ എന്ന് തോന്നിക്കുന്ന ചില ചോദ്യങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ മടങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സംസാരിക്കാമെന്നുള്ളതായിരുന്നു. ഷഫീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നും പറയാതെ PV അൻവർ പോയി അല്ലേ? നമ്മൾ ചോദിച്ചു അൻവറിനോട് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ എന്ന്. MLA ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം കാണാം, അദ്ദേഹം അറിയിക്കാമെന്നുള്ള മറുപടി മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ MLA ഹോസ്റ്റലിലേക്കാണ് PV അൻവർ പോയതെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അൻവർ മാധ്യമങ്ങളെ MLA ഹോസ്റ്റലിൽ വെച്ച് കാണും എന്ന് നമ്മളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ആവർത്തിച്ചെടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു MLA മാധ്യമങ്ങളെ കാണുന്നുണ്ടോ, അപ്പോൾ MLA ഹോസ്റ്റലിൽ കാണാം എന്നുള്ളതാണ് മറുപടി. ഏതായാലും മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് പോയതാണ്. സാധാരണ ഇതിൽ ഉച്ചയ്ക്ക് അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് പോകാറുള്ളത് പോലെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അൻവർ MLA ഹോസ്റ്റലിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, തനിക്ക് താൻ ഉന്നയിച്ച ആരോപണത്തിൽ സർക്കാർ പിന്നോട്ട് വലിച്ചതിലെ അതൃപ്തി പ്രകടമാക്കിയോ, അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളിലെ തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ, ആഭ്യന്തര വകുപ്പിൽ തലപ്പത്ത് കൊടും ക്രിമിനലുകൾ എന്ന് പോലും വിശേഷിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെ, താൻ അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ, തന്റെ കയ്യിലുള്ള തെളിവുകൾ എന്തൊക്കെ, അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഏതൊക്കെ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അൻവർ പ്രതികരിക്കണം. അൻവറിന്റെ പ്രതികരണം ഉണ്ടാകും MLA ഹോസ്റ്റലിൽ നിന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അൻവർ പറഞ്ഞത് മാധ്യമങ്ങളെ കാണാം, അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രസരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നതടക്കം ഈ മണിക്കൂറിലെ ഏറ്റവും ആകാംക്ഷാഭരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു PV അൻവർ ഇന്നലത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം. ഏതാണ്ട് ആ ആവശ്യത്തോട് പാർട്ടിയും ആഭ്യന്തര വകുപ്പൊക്കെ ആദ്യഘട്ടത്തിൽ പോസിറ്റീവായി പ്രതികരിച്ചു. പക്ഷേ തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം തീരുമാനം മാറാനുള്ള സമ്മർദ്ദം, അത് ഏത് രീതിയിൽ, അതൊരു പക്ഷേ അൻവറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് മതിയോ എന്നുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയതാണോ തുടങ്ങിയ വിവരങ്ങൾ അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, അദ്ദേഹം കയറിപ്പോകുന്ന സമയം നമ്മൾ കണ്ടതാണ്. അധിക സമയം എടുത്തില്ല, എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള സമയം അതിനകത്തുണ്ട് താനും എന്ന രീതിയിലേക്കാണ് ഈ ഒരു സമയക്രമത്തെ പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഒരുപക്ഷെ പാർട്ടിയിൽ കൂടിയാലോചനകൾ നടത്തും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മുഖ്യമന്ത്രി ഷഫീദ്, അല്പസമയത്തിനും അൻവർ പറയുന്ന വാക്കുകൾ നിർണായകമാണ്. അതിന് കാരണം ഈ മറ്റാരുമായുമായല്ല, താരതമ്യത്തിന്റെ പരമാവധിയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ മോഡസ് ഓപ്പറാണ്ടിയുമായി താരതമ്യം ചെയ്യായിരുന്നു സംസ്ഥാനത്തിന്റെ പോലീസിലെ രണ്ടാമനെ. ആ രണ്ടാമൻ ഇപ്പോഴും ആ കസേരയിൽ തന്നെ തുടരുന്നു. DGP അയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും സാങ്കേതികമായി ADGP കസേരയിൽ അജിത് കുമാർ തന്നെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അൻവറിനത് സ്വീകാര്യമാവില്ല, ഉറപ്പായും സ്വീകാര്യമാവില്ല. അത് മുഖ്യമന്ത്രിയുമായി അൻവർ അദ്ദേഹത്തിന്റെ സ്വതവേയുള്ള ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാകണം. അതടക്കമുള്ള കാര്യങ്ങൾ അൻവർ തുറന്നു പറയും ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായതെന്ത് എന്ന് കരുതാമോ ഷഫീദ്? ആ അതൃപ്തി ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയോട് PV അൻവർ അത് സൂചിപ്പിക്കാൻ തന്നെയാണ് ഹഷ്മി സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശേഷിപ്പിച്ച അൻവർ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം അത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനം. MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവറിന്റെ അവസാനത്തെ വജ്രായുധമായിരുന്നു കവടിയാറിലെ കൊട്ടാരം, മണിമാളിക, അതടക്കം വാർത്തയാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ നിരത്തി ഒരു ഓഡിറ്റിന് PV അൻവർ വെല്ലുവിളിക്കണമെങ്കിൽ സ്വാഭാവികമാണ് PV അൻവർ ആ അതൃപ്തിയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയില്ല എന്നുള്ള അതൃപ്തി പോലും PV അൻവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ അറിയിച്ചിട്ടുണ്ടാകും. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് അത് PV അൻവറിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയേണ്ടത്. കാരണം വിലക്കാനോ പുറത്താക്കാനോ പാർട്ടി അംഗമല്ല PV അൻവർ. മാത്രവുമല്ല PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഇതുവരെ നടത്തിയ പോരാട്ടങ്ങളിലൊന്നും PV അൻവർ പിന്നോട്ട് പോയിട്ടില്ല. കൂടാതെ അദ്ദേഹം തെളിവടക്കം നിരത്തി, ചുമ്മാതെ വന്ന് വെടിപൊട്ടിക്കുന്ന രീതി PV അൻവറിനില്ല. പകരം അദ്ദേഹം ഏത് കാര്യം ആരോപിച്ചാലും അതിനകത്തൊരു അടിസ്ഥാനം ഉണ്ടാകണം എന്നുള്ള കാര്യം വാശി പിടിക്കുന്ന ആളാണ്. അത് നമ്മൾ മുൻപൊരു ഓൺലൈൻ ചാനലിനെതിരെ അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതടക്കം അട്ടിമറിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രമിച്ചു എന്നുള്ളതാണ് PV അൻവർ ഇന്നലെ ആവർത്തിച്ച കാര്യം. അപ്പോൾ അതിലടക്കം മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് കൊടുത്ത് PV അൻവറിനെ മയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലും ഒരു ഫോർമുല അതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ MLA ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. MLA ഹോസ്റ്റലിൽ PV അൻവർ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം.
ഈ MLA ഹോസ്റ്റലിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ PV അൻവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ എടുത്ത നിലപാട് അത് അതേ രീതിയിൽ പറയുകയാണോ എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയ ആകാംക്ഷ ഈ വിഷയത്തിലുണ്ട്. കാശ്മീർ ഈ വിഷയത്തിൽ CPM നേതൃത്വത്തിന്റെ ഇടപെടലും ശ്രദ്ധേയമാണ്. കാരണം ഈ മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു സൂപ്പർ പവർ പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ ഒരു സൂപ്പർ DGPയും ഒരു സൂപ്പർ മുഖ്യമന്ത്രിയും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് വെറുതെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം മാത്രമായിരുന്നില്ല. പാർട്ടിക്കുള്ളിലും സമാനമായ രീതിയിൽ ചില ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത്തരം ആക്ഷേപങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ഒരു ഭരണകക്ഷി MLA ഒരു അഭിപ്രായം, ഒരു ആരോപണം, അത് നിരനിരയായി, അത് സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്, ഈ എടവണ്ണ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്, അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാന സംഭവമുണ്ട്, അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും MLA ഹോസ്റ്റലിലേക്ക് PV അൻവർ മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുന്ന സമയം അറിയിക്കും. അതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ച വിഷയങ്ങൾ, മുഖ്യമന്ത്രിക്ക് മുൻപിൽ നിരത്തിയ തെളിവുകൾ, അതടക്കമുള്ള കാര്യങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ തുടർ നിലപാട്, സർക്കാർ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിൽ നമുക്ക് വിശദമായ വിവരം അറിയാം. ഏതായാലും ഷഫീദ്, മുഖ്യമന്ത്രി ADGPയെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ഈ ഉപജാപക സംഘത്തെ മുഖ്യമന്ത്രിക്ക് പേടിയാണ് എന്ന് പരിഹസിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഈ വിഷയത്തിൽ ഇത്രത്തോളം പ്രതിപക്ഷ MLA അല്ല പറയുന്നത്, PV അൻവർ എന്ന് പറയുന്ന ശക്തനായ ഭരണപക്ഷ MLA ആണ്. അത് പറയാവുന്നതിന്റെ പരമാവധി ആരോപണം ഉന്നയിക്കുമ്പോൾ ADGPയും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ADGP അവിടെ ഇരുന്നെങ്കിൽ കൂടിയും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ സുജിത് ദാസെങ്കിലും ആ കസേരയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? അൻവർ ഇപ്പോൾ ഈ കാണുന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ പക്കലുള്ള ഒരുപക്ഷെ പോലീസിന്റെ ഇൻസൈഡ് സോഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടാവില്ലേ ഷഫീദ്? അഷ്മി, അൻവർ അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ യുദ്ധം അൻവർ വെറുതെ അങ്ങ് തുടങ്ങി വെച്ചതുമല്ല. ആ യുദ്ധത്തിന് അൻവർ ഒറ്റയ്ക്കുമല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പലതരത്തിലുള്ള സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും MLA ഹോസ്റ്റലിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ചില സമയമെടുത്തായിരിക്കും PV അൻവറിന്റെ പ്രതികരണം ഉണ്ടാവുക. ആഷ്മി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആഷ്മി സൂചിപ്പിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കെ സുരേന്ദ്രന്റെ ആരോപണം. പക്ഷെ അത് അത്ര ഹാർഡ് അല്ലെങ്കിൽ കൂടി അതിന്റെ ഒരു ലൈറ്റ് വേർഷൻ ഉണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ MR അജിത്കുമാറിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് P ശശിയിലേക്ക് നീളുമോ, അത് അടുത്ത ഊഴം P ശശിയുടേതാണോ? നിലവിലിപ്പോൾ സുജിത് ദാസ്, MR അജിത്കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഇതാണ് അതിന്റെ ലൈനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനപ്പിൽ മൂന്നാമൻ P ശശിയാണ്. അപ്പോൾ P ശശിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് മാത്രമല്ല, അത് CPM-നെ സംബന്ധിച്ച വലിയൊരു പ്രശ്നമാണ്. CPM-നുള്ളിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള തീരുമാനത്തിന് സർക്കാർ തന്നെ ഒരു വടി വെച്ച് കൊടുക്കണോ? പ്രതിപക്ഷത്തിന് അടിക്കാൻ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അടിക്കാൻ സർക്കാർ തന്നെ ഒരു വടി വെച്ചു കൊടുക്കണമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുജിത് ദാസിനെ, അത് സാങ്കേതികമായി അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് അധികം ചുമതല നൽകിയിട്ടുമില്ല. പത്തനംതിട്ട SP ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റ് ചുമതലകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുമില്ല. അപ്പോൾ സുജിത് ദാസ് പുറത്തിരിക്കുന്നു. അദ്ദേഹം നിലവിൽ ഇപ്പോൾ അവധിയിലാണ്. അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ടെത്തി. അതിനുശേഷം അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ADGP MR അജിത്കുമാറിന്റെ കാര്യത്തിൽ അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഇല്ലെങ്കിൽ കൂടി സംസ്ഥാന പോലീസ് മേധാവിയെ നേരിട്ടിറക്കി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സംഘം രൂപീകരിക്കുമ്പോൾ ആ ഫോർമുല കറക്റ്റാണ്. അതായത് സർക്കാർ പ്രതിരോധത്തിലാകാതെ മുഖ്യമന്ത്രി ഒരു ഫോർമുല കണ്ടെത്തുന്നു എന്ന് വേണം കരുതാൻ. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിലെ തലവനെ മാറ്റുമ്പോൾ, പോലീസിലെ തലവനെ മാറ്റുമ്പോൾ അത് സർക്കാരിനുണ്ടാക്കുന്ന പ്രതിച്ഛായ ഭംഗം, പ്രതിച്ഛായ പ്രശ്നം അതടക്കം മുഖ്യമന്ത്രി മുൻകൂട്ടി കാണുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അധിക കാലമൊന്നുമില്ല. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളിൽ വിമർശനം ഉയരാം. പക്ഷേ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനത്തിലും വിമർശനം ഉയർന്നാൽ അത് താങ്ങാനുള്ള, അത് പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും മറുവായുധം പാർട്ടി നേതൃത്വത്തിന്റെ പക്കൽ ഇല്ലതാനും. സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് തിരുത്തൽ എന്നുള്ള വാക്ക് മാത്രമാണ് അദ്ദേഹം പാർട്ടിക്കകത്തും പറയുന്നത്. അടിമുടി തിരുത്തൽ, EP ജയരാജൻ പുറത്താകുന്നു, PK ശശിയെ മാറ്റുന്നു. അങ്ങനെ ആ തിരുത്തലെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ സർക്കാർ സംവിധാനങ്ങളെയോ തിരുത്താൻ സംസ്ഥാന സെക്രട്ടറിക്ക് ആവില്ല എന്നുള്ള ചോദ്യം പാർട്ടി അണികളിൽ നിന്ന് ഗോവിന്ദൻ മാഷും പ്രതീക്ഷിച്ചേക്കാം. അങ്ങനെ പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫോർമുലകൾ മുൻപിലുണ്ട്. രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കണം. അപ്പോൾ അതിനെ ഒന്നും ചലിപ്പിക്കും. എന്നാൽ PV അൻവറിനെ വിട്ട് പിണക്കാനും പറ്റില്ല. കാരണം PV അൻവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടുകൾ, അതായത് സാമ്പിൾ തെളിവുകളാണ്. ഈ വെടിക്കെട്ടിന്റെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് നടക്കുന്നത് അത് പൊളിറ്റിക്കൽ അല്ല, അത് മുന്നോട്ട് വെക്കുന്ന തെളിവുകളാണ്. പൊളിറ്റിക്കൽ ഇപ്പോൾ തന്നെ പ്രതിപക്ഷം അലിഗേഷൻ അത് ഊർജിതമാക്കിയിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്നത്, അല്ലെങ്കിൽ തൃശൂർ പൂരം കലക്കി കൊടുത്തത് MR അജിത്കുമാറാണെന്ന ഒരു ഭരണകക്ഷി MLA പറയുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനുണ്ടാക്കിയ പ്രശ്നങ്ങളടക്കം ഓഡിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഓഡിറ്റ് അതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കലി ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി രാജി ആവശ്യം അത് പ്രതിപക്ഷവും BJPയും കടുപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം അത് BJP ഉയർത്തുന്നുണ്ട്. പ്രതിപക്ഷം അടിമുടി പ്രശ്നമാണെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കണം. അതേസമയം പി വി അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട MLA എന്ന നിലയിൽ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോഴും സംസ്ഥാന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി തിരുത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വാക്ക് പോലീസിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദങ്ങൾ വരുന്നു. മുഖ്യമന്ത്രിയെ കൂച്ചുവിലങ്ങിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർത്തുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് വേണം ഈ മോശം കാലത്തെ മുഖ്യമന്ത്രിക്ക് അതിജീവിക്കാൻ. അത് പാർട്ടിക്കുള്ളിലുണ്ട്, പാർട്ടിക്ക് പുറത്തുണ്ട്. ഹാഷ്മി. ഷഫീദ്, അൻവർ കഴിഞ്ഞ കുറേ മാസങ്ങളെ ഇതിന്റെ പിന്നാലെയാണ് എന്ന് തന്നെ പറയുന്നു. അൻവർ പറയുന്നു അജിത് കുമാർ കരുതുന്നു അയാൾ എനിക്ക് പിന്നാലെയാണ്, പക്ഷേ ഞാൻ അയാൾക്ക് പിന്നാലെയാണെന്ന് പറയുന്നു. ഇപ്പോൾ കവടിയാറുള്ള കൊട്ടാര സദൃശമായ വീട് എന്ന് പറയാൻ കഴിയില്ല. കൊട്ടാരത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല, പ്രതിപക്ഷം പറയുന്നതല്ല, അത് അൻവർ പറയുന്നതാണ് ആ വാർത്താ സമ്മേളനത്തിൽ. അൻവറിനത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉറപ്പായും അത് പോലീസിലെ ഇൻസൈഡിൽ നിന്ന് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതടക്കം ഈ ഫോൺ ചോർത്താനുള്ള പ്രത്യേക സംവിധാനം അടക്കം കിട്ടുന്നത് പോലീസിലെ അകത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അൻവറിന്റെ പക്കൽ ഇൻഫർമേഷൻ ഉണ്ട്. ഷഫീദ്, അൻവർ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അൻവറിന്റെ പക്കലുണ്ട്. അതടക്കം മുഖവിലക്കെടുക്കേണ്ടി വരില്ലേ ADGP ആ കസേരയിൽ തന്നെ ഇരുത്താൻ സർക്കാർ തീരുമാനിച്ചാൽ? ഷഫീദ്. അശ്മി, ഉറപ്പായിട്ടും അതൊരു മുമ്പ് ഒരു അപ്ഡേറ്റ് കൂടി അറിയിക്കുന്നു. KT ജലീൽ തിരികെ MLA ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാവുന്നത് PV അൻവറും KT ജലീലുമായി ഒരു കൂടിക്കാഴ്ച ഒരു പക്ഷേ ഉണ്ടാകും. കാരണം ഈ ദിവസം തന്നെ KT ജലീൽ, PV അൻവർ, അബ്ദുറഹ്മാൻ ഇവരൊക്കെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് പിന്നിൽ സ്വാഭാവികമായും ഒരു സോക്കോൾഡ് ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മുഖ്യമന്ത്രി ഇന്ന് KT ജലീൽ കണ്ടിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സെക്രട്ടറിയെ മാത്രമാണ് കണ്ടത്. മറ്റു ചില ആവശ്യങ്ങൾക്കാണെന്ന ജലീൽ തന്നെ നമ്മളോട് ഓഫ് റെക്കോർഡിൽ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. പക്ഷേ PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഈ PV അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് MLA ഹോസ്റ്റലിൽ KT ജലീലും PV അൻവറും ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇന്നലെ KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോർട്ടൽ തുടങ്ങണം. താൻ ഇനി മത്സര രംഗത്തേക്കില്ല. മാത്രവുമല്ല മൂന്നാമത് CPM സഹയാത്രികനായി തുടരും. അതിനൊക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. PV അൻവറുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വലിയ പൊളിറ്റിക്സ് അത്തരം സംഭവങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇനി ഹഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഹഷ്മി, ഈ വിഷയത്തിൽ ഈ പോലീസിന്റെ തലപ്പത്തൊരു അഴിച്ചുപണി അത് എത്രയോ നാളുകളായുള്ള CPM-ലെ ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം CPM-ലെ ചില നേതാക്കൾക്ക് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. അത് നവകേരള സദസ്സിൽ പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്തുൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും പോലീസ് എടുത്തത് അല്ലെങ്കിൽ പോലീസ് തലപ്പത്തിരിക്കുന്ന ആളുകൾ എടുത്ത തീരുമാനങ്ങൾ അത് ശരിയായി പോയില്ല. അത് സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലടക്കം അഭിപ്രായം ഉയരുകയും യോഗങ്ങളിൽ അഭിപ്രായം പ്രത്യക്ഷമാക്കുകയും ചെയ്തു. CPA പോലെയുള്ള ഘടകകക്ഷികൾ പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊന്നും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ തന്റെ വിശ്വസ്തരെ, അത് P ശശിയാണെങ്കിലും ADGP MR അജിത് കുമാർ ആണെങ്കിലും അദ്ദേഹം കൈവിട്ടിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസ് സേനയ്ക്കകത്ത് തന്നെ MR അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അപ്പോൾ ആ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ അതിനെ അതിജീവിച്ച് മുഖ്യമന്ത്രി ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിൽ പോലും മുഖ്യമന്ത്രി ഒരു ഉന്നതതല അന്വേഷണ സംഘത്തെ DGPയുടെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ഫോർമുലയായി മാത്രം കണ്ടാൽ മതി. കടുത്ത നടപടിയിലേക്ക് മുഖ്യമന്ത്രി നീങ്ങിയിട്ടില്ല. പ്രസംഗത്തിൽ, പൊതുവേദിയിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കാണിച്ച സൂപ്പർ ഹീറോയിസം ഒന്നും തീരുമാനത്തിൽ ഉണ്ടായിട്ടുമില്ല. തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തി, സർക്കാരിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തി. ഒടുവിൽ സമ്മർദ്ദങ്ങളിൽ മുഖ്യമന്ത്രി വീണു എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. കാരണം അതല്ലെങ്കിൽ പൊതുവേദിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതിനോട് ചേരാത്ത രീതിയിലുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ച ഉത്തരവിറക്കാൻ പോലും നിർദ്ദേശം കൊടുത്ത അവസാന ഘട്ടത്തിൽ ആ തീരുമാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനം പോലും വരുമ്പോൾ അതൊരു സമ്മർദ്ദമല്ലെങ്കിൽ പിന്നെന്ത് എന്ന് പ്രതിപക്ഷം തന്നെ ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ക്രിമിനൽ സംഘം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹം വീണ്ടും ഇന്ന് ആരോപണം കടുപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ ഓരോന്നോരോന്ന് ആരോപണം കടുപ്പിക്കുന്നുണ്ട്. BJP കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അതൊരു പൊളിറ്റിക്കൽ ഗെയിം എന്നതിനപ്പുറത്തേക്ക് ഇത് ആരുന്നയിച്ചു, എന്താണ് ആ വിവാദങ്ങളുടെ തുടക്കം, എവിടെയാണ് ആഭ്യന്തര വകുപ്പിനെ പഴി പറഞ്ഞത്, ആരാണ് പറഞ്ഞെന്നുള്ള ചോദ്യമുണ്ട്. അത് പ്രതിപക്ഷ MLA അല്ല, മറിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആണ് എന്ന് പറയുമ്പോൾ അത് സർക്കാരിനുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. എന്നാൽ PV അൻവറിനെ തള്ളിക്കൊണ്ടുള്ളൊരു പ്രതികരണത്തിന് പോലും സർക്കാരും CPM-ഉം ഇതുവരെ എത്തിയിട്ടുമില്ല. ജ്യോതിയും കണ്ടില്ല തീയും കണ്ടില്ല എന്ന് രേവതി പറഞ്ഞ പോലെ ADGPയും വീണില്ല, SP-യും വീണില്ല, ശശിയും വീണില്ല. മാധ്യമങ്ങളും ജനങ്ങളും ശശിയായത് മാത്രം മിച്ചം. ഷഫീദ്, മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ശശിയായാലും നിലമ്പൂരിലെ MLA ശശിയാവാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനം അല്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് നടത്തിയാൽ മതിയായിരുന്നു. ഇതൊന്നല്ല, ഒന്നിന് പിന്നാലെ ഒന്നായി 3 വാർത്താ സമ്മേളനങ്ങൾ, ഫോൺ രേഖകൾ,
ഈ പറഞ്ഞ കവടിയാർ കൊട്ടാരത്തിൻ്റെ വിവരങ്ങളടക്കം തെളിവടക്കം സമ്പുഷ്ടമായ 3 വാർത്താ സമ്മേളനങ്ങളാണ്. അൻവർ അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റിസൾട്ട് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് താനും. ഷഫീദ്, കശ്മീർ റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ PV അൻവർ ആ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. കാരണം ഈ 3 വാർത്താ സമ്മേളനം, കശ്മീർ സ്പെസിഫിക്കായി പറഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങളിൽ ആ വാർത്താ സമ്മേളനങ്ങളുടെ രീതി നോക്കൂ. കൃത്യമായി പഠിച്ച് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പക്കലാക്കിയ ശേഷം മാത്രമായിരിക്കാം അൻവർ ആരോപണത്തിലേക്ക് കടന്നത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നതിലേക്ക് കടന്നതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം PV അൻവറിന്റെ ആദ്യത്തെ ആരോപണം അത് മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരമുറിയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ആ മരമുറി അദ്ദേഹം കൊണ്ട് കണക്ട് ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡർ DPM MR അജിത് കുമാറുമായിട്ടാണ്. അതിനുശേഷം ഒരുപിടി ആരോപണങ്ങൾ, അത് അനധികൃത സ്വത്ത് സമ്പാദനം അവസാനം പൊട്ടിച്ച വെടിയാണെങ്കിൽ കൂടി സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ട് അതിനകത്ത്. മാത്രവുമല്ല സോളാർ കേസ് ഉൾപ്പെടെ അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ള അൻവറിന്റെ ആരോപണം. അതിന് പിന്നാലെ പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ വരുന്നു. KC വേണുഗോപാലിന് വേണ്ടി അജിത് കുമാർ തന്നെ വിളിച്ചു എന്നുള്ള അവരുടെ വെളിപ്പെടുത്തൽ വരുന്നു. സോളാർ മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളിലും MR അജിത് കുമാർ അദ്ദേഹം ഇടപെട്ട് സർക്കാരിന് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ പോലും ചെയ്യാൻ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഭരണകക്ഷിയിൽപ്പെട്ട PV അൻവറിനെ പോലെ ഒരു MLA ഉന്നയിക്കുമ്പോൾ അത് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ CPM ആകില്ല. അത് അൻവർ മാത്രം ഉന്നയിക്കുന്ന ഒരു ആരോപണമായി CPM കാണുകയുമില്ല. CPM സംബന്ധിച്ച് ആ ആരോപണങ്ങൾക്ക് പിന്നിൽ, അതിന്റെ ആരോപണങ്ങളുടെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടണം. അതിനെല്ലാം അപ്പുറത്തേക്ക് ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും ഉയരുന്നൊരു ചോദ്യമായി അവശേഷിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ, വിഷയങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ MR അജിത് കുമാറിനെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കവടിയാറിൽ വെക്കുന്ന വീട്, കവടിയാർ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെക്കുന്ന ആഡംബര വീടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതൊക്കെ ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെയ്യണമെന്നുള്ള അൻവറിന്റെ ആരോപണം, ആവശ്യം, അതിൽ നിന്ന് സർക്കാരിനെ മുഖം തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശരി, അത്രത്തോളം ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ. അതിന് തെളിവടക്കം മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൊടുത്തിട്ടുമുണ്ടാകണം. അല്പസമയത്ത് MLA ഹോസ്റ്റൽ PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കും. നമുക്ക് നോക്കാം എന്താണ് കൂടിക്കാഴ്ചയുടെ വിശദ വിവരങ്ങൾ. അല്പസമയം